ബോൾഡായിട്ട് ആ കൊച്ച് ഇത്രയും നാൾ ആ സിക്ക് റൂമിൽ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇത്രയും 3 മാസത്തോളം സിക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഇട്ടിരുന്നിട്ട് പോലും അവ അത്രയും ബോൾഡായിട്ട് അവിടെ ജീവിച്ച്. അപ്പോഴേ അവർ പറ്റൂലെങ്കിൽ അദ്ദേഹം ഓടി വരേണ്ടതല്ലേ. ഇത്രയും ജീവിച്ചിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യണം? ലക്ഷങ്ങൾ ആപ്പ് ലോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി. ആപ്പ് ലോണിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഞാൻ ഇതിന് പേയ്മെൻറ്റ് അടച്ചതുമാണ്, പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതുമാണ്. ഡെൻ്റൽ കിറ്റ് വാങ്ങി കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ഈ എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാം, അത് കഴിഞ്ഞ് 15-ാം തീയതി അടയ്ക്കാന്നുള്ള ഇതിൽ നിന്നു. അത് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ലത എന്ന് പറയുന്ന അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. കാര്യം എങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കുണ്ടെങ്കിലേ അത് വെക്കാൻ പറ്റും. പിന്നെ റെഫറൻസ് നമ്പറായിട്ട് വെച്ചേക്കുന്നത് ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വെച്ചേക്കുന്നത്, എൻ്റെയും നമുക്ക് റെഫറൻസ് നമ്പർ. അല്ലാതെ ഒരിക്കലും ഇവർ പറയും പോലെ ആപ്പ് ലോണിൻ്റെ ഭീഷണിയിലല്ല അവൻ മരിച്ചത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവൻ, അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴെന്നെ വിളിക്കണമെന്നാണ്. ഇങ്ങടി അന്ന് ആ റാമിൻ്റെ കാര്യം പോലെ എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, നീ ഫ്രീ ആണ്, എനിക്ക് സംസാരിക്കണം. ഞാൻ ഫുഡ് കഴിക്കണേടാ 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഫുഡ് കഴിക്കാതെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച്. എന്തോ അന്ന് നമ്മൾ മെയിൽ അയക്കാമെന്ന് ഞാൻ പറഞ്ഞ്, എടാ ഇന്ന് മെയിൽ അയച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചെറുക്ക് കൊച്ചു ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ്. അതെ, ഉറപ്പായിട്ടും. കാര്യം ഒരുപാട് കുട്ടികൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു, നിതിൻ അവിടെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടായിരുന്നു, നിതിൻ ആ ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ലോൺ ആപ്പിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചിരുന്നാൽ അതിന് ശക്തമായിട്ട് തെളിവുകൾ എൻ്റെ ഇതിൽ തന്നെ ഉണ്ട്, എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. ആപ്പ് ലോണിൻ്റെ പേരിലാണെങ്കിൽ സാധാരണ ഗതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ആ ലോൺ എടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. മറ്റ് വഴികളില്ല, സാമ്പത്തികമായിട്ട് മറ്റ് വഴികളില്ലാത്തവരെന്ത് ചെയ്യണം? നമുക്ക് ലോൺ എടുത്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അത് ഞങ്ങൾ കട വീട്ടിൽ തന്നെയാണ് ഇത്രയും 3 മക്കളെ പഠിപ്പിച്ച് ഇത്രയും നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ ലോൺ എടുത്തും കഷ്ടപ്പെട്ടിട്ട് കൂലി വേല ചെയ്തിട്ടാണ് ഞങ്ങളെ 3 പേരെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. ഞങ്ങൾക്ക് 3 പേർക്ക് അതിനുള്ള വിദ്യാഭ്യാസം അവർ തന്നു. പിന്നെ മോനായതുകൊണ്ട് കുറച്ചും കൂടെ പരിഗണന കൊടുത്ത് അവന് കുറച്ചും കൂടെ വിദ്യാഭ്യാസം കൊടുത്തു. ലോൺ എടുത്ത് ഇത്രയും നാൾ നമ്മൾ പറ്റിച്ച് ഒരാളെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിന് ഇത്രയും വളർത്തി? ഞങ്ങൾ 3 പേരെയും 3 പേർക്ക് 3 രീതിക്കായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തവര്. ഒരിക്കലും അങ്ങനെ വെക്കാൻ പറ്റില്ല. അവരെ ഹാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടാവാനാണ് 100% ചാൻസ്. കാര്യം ഞാനൊരു ബാങ്കിലായിട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് ഒരിക്കലും ആപ്പ് ലോണിന്റെ കാര്യത്തിൽ ചുരുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്നുള്ളൊരു വ്യക്തി ഇതെല്ലാം കാണുന്നുണ്ട്. ഇതല്ലെങ്കിൽ നാളെ അവരത് അനുഭവിക്കുക ഈ ഭൂമിയിൽ അവർ പോവുള്ളൂ. ആപ്പ് ലോണിന്റെ പേരിലല്ല. കാര്യം അതിന്റെ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലുണ്ട്. അവൻ എടുത്തിട്ടുള്ള അവൻ്റെ സിബിൽ സ്കോർ പോലും ഞാൻ ചെക്ക് ചെയ്തു ബാങ്കിൽ കയറുമ്പോൾ, എനിക്കത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ പോലും അവന് വേറെ ലോണുകളില്ല. പ്രിൻസിപ്പള്, ഡോക്ടർ റാം, സംഗീത, പിന്നെ ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് പിള്ളേരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി വലുതായിട്ട് കംപ്ലയിൻറ്റ്സ് ഇല്ല. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാമാണ് ലതാ മാം. അവരിനി എന്തെങ്കിലും മാനസികമായിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞോ, അവരാണ് തിരിച്ച് വിളിച്ചത്, എടാ കുഴപ്പമില്ല, പഠിക്കാനുള്ള പോർഷൻസ് എല്ലാം ഞാൻ ഇട്ട് തരാം, തിരിച്ച് വന്നോളൂ എന്ന് പറഞ്ഞു. എന്നെ അവരെന്തേലും പറഞ്ഞിട്ടാണോ, പ്രിൻസിപ്പലിൻ്റെ മാനസിക പീഡനമാണോ, HODയുടെ മാനസിക പീഡനമാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചവൻ പറയും, ഇത്രയും ബോൾഡായിട്ട് ആ കൊച്ച് ഇത്രയും നാൾ ആ സിക്ക് റൂമിൽ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇത്രയും 3 മാസത്തോളം സിക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഇട്ടിരുന്നിട്ട് പോലും അവ അത്രയും ബോൾഡായിട്ട് അവിടെ ജീവിച്ച്. അപ്പോഴേ അവർ പറ്റൂലെങ്കിൽ അദ്ദേഹം ഓടി വരേണ്ടതല്ലേ. ഇത്രയും ജീവിച്ചിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യണം? ലക്ഷങ്ങൾ ആപ്പ് ലോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി. അങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും ലക്ഷങ്ങൾ കിട്ടത്തില്ല.
ഞങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് കാണിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. ഒന്നിൽ സാലറി സർട്ടിഫിക്കറ്റ് വെക്കണം. 20,000 രൂപയിൽ മുകളിൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 1 ലക്ഷമെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൂഫ് എന്തെങ്കിലും അവർക്കത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള എമൗണ്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ലക്ഷങ്ങളൊന്നും തട്ടിയെടുത്തിട്ടോ സ്റ്റാഫ് റൂമിൽ ഇറങ്ങിയതിന് ശേഷം സംസാരിച്ചില്ല. അതിന് മുന്നേ സംസാരിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിക്കാനെല്ലാം പൈസ എല്ലാം മേടിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം അറിയത്തില്ല എന്താണെന്ന്. ഒരിക്കലും ആപ്ലോന്റെ പേരും പറഞ്ഞ് ഇത് ചുരുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ പോവും. ഇനി അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാണത്തില്ല ഈ ലോകത്ത്. ഞങ്ങളിനി ജീവിക്കൂല, അത് ഉറപ്പാണ്. അവന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ഈ ചേച്ചി സത്യം പറഞ്ഞ ഒരു സഹോദരങ്ങൾ ഈ കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും, എടി നീ 12 മണി വരെ സംസാരിക്കണം, എന്തിനു രാത്രി? നിന്നെ കാമുകൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവൻ കൊച്ചല്ല, അവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ സംസാരിക്കും, മണിക്കൂറോളം സംസാരിക്കും. എനിക്കൊരു കുഞ്ഞു മോളാണുള്ള. ആ കൊച്ചിനെ ഞാൻ 8:30-9 മണിക്ക് അവളെ ഞാൻ ഉറക്കും. കാര്യം എനിക്ക് ഇവൻ്റെ അടുത്ത് സംസാരിക്കണം, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണം. എനിക്ക് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവൻ ഇതിൽ ആപ്ലോന്റെ പേരും പറഞ്ഞ് തള്ളിക്കളയാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ കാണൂല.